ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഡെൻഡ്രോബിയം ഓർക്കിഡ് സീഡ്ലിങ്സ് പെട്ടെന്ന് വളർച്ച കൈവരിക്കാൻ ചകിരി മീഡിയമായി ഉപയോഗിച്ചുള്ള പോട്ടിംഗ് എങ്ങനെ സഹായിക്കും എന്ന് നാം മനസ്സിലാക്കി. ഏറ്റവും ചിലവ് കുറഞ്ഞ നമുക്ക് സുലഭമായുള്ള ചകിരി എങ്ങനെ ട്രീറ്റ് ചെയ്ത് പോട്ടിങ്ങിന് ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത്. സീഡ്ലിങ്സ് പോട്ട് ചെയ്യുമ്പോൾ നാം ഉപയോഗിക്കുന്ന ചകിരി സെലക്ട് ചെയ്യുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ ഫൈബറുള്ള ചകിരിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. സീഡ്ലിങ്സ് അനങ്ങാതെ ടൈറ്റായി പോട്ടിംഗ് മീഡിയത്തിൽ ഇരിക്കുന്നതിനും കൂടുതൽ വേരോട്ടം ഉണ്ടാക്കുന്നതിനും ഇത് സഹായിക്കും. ചകിരിയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻ എന്ന കറ ചെടികളുടെ വേര് നശിപ്പിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. ഈ കറ നീക്കം ചെയ്യുന്നതിനായി ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് 5 ദിവസം ശുദ്ധജലത്തിൽ ഇട്ട ശേഷം ചകിരി വാർത്ത് വയ്ക്കുക. വീണ്ടും ഇതേ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ചെറിയ ഒരു പിടി കുമ്മായം ഇട്ടുവെക്കാം. ചകിരിയുടെ pH വാല്യൂ 5.2 മുതൽ 6.8 വരെയാണ്. 6 മുതൽ 6.5 വരെ pH വാല്യൂ ഉള്ള മീഡിയത്തിലാണ് ഓർക്കിഡ് നന്നായി വളരുന്നത്. ഒരു ദിവസം ഈ മിശ്രിതത്തിൽ കിടന്ന ശേഷം പാത്രത്തിലെ വെള്ളം വാർത്ത് കളഞ്ഞ് വീണ്ടും വെള്ളം നിറയ്ക്കുക. ഇവിടെ 20 ലിറ്ററിൻ്റെ പാത്രവും അത്രയും തന്നെ ചകിരിയുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ചകിരിക്കനുസരിച്ച് ഈ അളവിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഈ വെള്ളത്തിലേക്ക് കാൽസ്യം നൈട്രേറ്റ് 30 ഗ്രാം ചേർത്ത് ഇളക്കി കൊടുക്കുക. ചകിരിയിലുള്ള ലവണാംശം കുറയ്ക്കുന്നതിന് കാൽസ്യം നൈട്രേറ്റ് സഹായിക്കും. കൂടാതെ ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം, നൈട്രജൻ എന്നീ മൂലകങ്ങളുടെ ഒരു നല്ല സപ്ലിമെൻ്റാണ് കാൽസ്യം നൈട്രേറ്റ്. വേരുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഈ മൂലകങ്ങളുടെ സാന്നിധ്യം ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ ഗുണപ്രദമാണ്. ഒരു ദിവസം ഈ ലായനിയിൽ ഇട്ടുവെച്ച ചകിരി ചതച്ചുണക്കി സീഡ്ലിങ്സിൻ്റെ പോട്ടിങ്ങിനായി ഉപയോഗിക്കാം. സീഡ്ലിങ്സ് പോട്ട് ചെയ്യാൻ ഇതുപോലുള്ള 3.5 ഇഞ്ച് പോട്ടാണ് ഏറ്റവും ഉത്തമം. പോട്ട് ചെയ്യുന്നതിന് മുമ്പ് സീഡ്ലിങ്സ് 2 മിനിറ്റ് 5 ഗ്രാം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുക്കി വയ്ക്കുക. സീഡ്ലിങ്സ് പോട്ട് ചെയ്യുമ്പോൾ ചെടിയുടെ കടഭാഗവും ചകിരിയുടെ മുകൾ ഭാഗവും ഒരേ ലെവലിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ഷൂട്ട്സ് വരുന്നത് ചെടിയുടെ കടഭാഗത്തു നിന്നാണ്. ആ ഭാഗത്ത് നല്ല വായു സഞ്ചാരം ലഭ്യമാക്കണം. ചകിരി കൊണ്ട് നന്നായി പൊതിഞ്ഞ് പ്രസ് ചെയ്ത് സീഡ്ലിങ്സ് പോട്ടിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കണം. ടൈറ്റായി ഇരിക്കുന്നത് കൊണ്ട് ചെടിക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കൂടാതെ നനയ്ക്കുമ്പോൾ ചകിരി ഹോൾഡ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയുകയും ചെയ്യും. ചെടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ചെടി പോട്ടിംഗ് മീഡിയത്തിൽ ഉറച്ചിരിക്കുന്നത് സഹായിക്കുന്നു. ചെടി പോട്ട് ചെയ്ത് ചെറുതായി നനച്ച ശേഷം ഷേഡിൽ വെക്കുക. ഈ കാണുന്ന സ്റ്റാൻഡിൽ ഉള്ള ചെടികൾ ഈ രീതിയിൽ പോട്ട് ചെയ്തിട്ട് വെറും 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് വേഗത്തിൽ വളർന്നു വന്നു. ചകിരി ട്രീറ്റ് ചെയ്ത ഘട്ടത്തിൽ കൊടുത്ത കാൽസ്യം നൈട്രേറ്റ് ചെടിയുടെ വളർച്ചയെ സഹായിച്ചിരിക്കാം. നമ്മൾ കൃത്യമായ ഇടവേളകളിൽ കൊടുക്കുന്ന വളപ്രയോഗം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് സീഡ്ലിങ്സിൻ്റെ പോട്ടിംഗ് എന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. ഞങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.